Good morning, all. Today we are discussing about health and nutrition. And the first topic is health related physical fitness. All of you know that what is health and physical fitness. Okay, first of all, health. What is health? It's a state of complete physical, mental, and social well being, and not merely the absence of disease or infirmity. Health refers to the overall well being of an individual, encompassing physical, mental, and social aspects. It is not merely the absence of disease or illness, but also includes the ability to live a fulfilling and productive life. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണ്. അങ്ങനെ വരുമ്പോൾ അതൊരു നമ്മൾ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കലി നമ്മൾ ഫിറ്റായിട്ടിരിക്കണം, മെൻ്റലി ഫിറ്റായിട്ടിരിക്കണം, അതുപോലെ തന്നെ സോഷ്യലി നമ്മൾ അക്സെപ്റ്റൻസ് ഉള്ളവരായിരിക്കണം. ഇങ്ങനെ പറയുന്നത് നമ്മളൊരു വിത്തൗട്ട് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഹെൽത്തായി നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഡിസീസസ് ഒന്നും ഇല്ലാതിരിക്കണം, അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി സോഷ്യലി നമ്മൾ ഫിറ്റായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടി ആകുമ്പോഴാണ് ഒരാൾ ഹെൽത്തി പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്കതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫിസിക്കൽ ഹെൽത്ത് വരുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞായിരുന്നു. ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഹൈറ്റ്, വെയ്റ്റ്, അതുപോലെ എക്സസൈസ്, പിന്നെ ഗുഡ് ന്യൂട്രീഷൻ, അതുപോലെ നമ്മൾ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിവായിട്ടിരിക്കുക. അതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ വരുന്നത്, ഫിസിക്കൽ ഹെൽത്തിൽ. അടുത്തത് മെൻ്റൽ ഹെൽത്ത്. മെൻ്റലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? ഇമോഷണൽ വരുന്നുണ്ട്, സൈക്കോളജിക്കൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ് കൂടിയുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു പേഴ്സൺ തിങ്ക് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത്, ഇതൊക്കെ വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് വരുന്നുണ്ട്, റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് പേഴ്സണൽ ഹാപ്പിനെസ്. അപ്പോൾ ഒരാളുടെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കി തരാൻ പറ്റുന്നതല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കോമ്പണൻസ് എന്ന് പറയുന്നത് സോഷ്യൽ ഹെൽത്ത്. സോഷ്യൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ വരുന്നത്? നമുക്ക് റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ നമുക്കതിൽ ഫാമിലി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സ് വരുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. ഇതൊക്കെയുണ്ട്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സോഷ്യലി അക്സെപ്റ്റൻസ് ഉള്ളവരാകുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം കൂടി നോക്കുമ്പോഴാണ് നമ്മൾ സോഷ്യൽ ഹെൽത്തും കൂടി അതിൽ ഇൻക്ലൂഡഡ് ആവുന്നത്. അപ്പം നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അസുഖങ്ങളൊന്നുമില്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി സോഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമ്പണൻസ് ആണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, സോഷ്യൽ ഹെൽത്ത് എന്താണെന്നുള്ളത്. ഇനി അതിൻ്റെ ഒപ്പം തന്നെ വരുന്നൊരു ടോപ്പിക്കാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടേമാണ്. ഓക്കെ, ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞു. ഈ ഫിസിക്കലി ഫിറ്റ് ആകുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എക്സസൈസ് ചെയ്യുക, ഗുഡ് ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വെയിറ്റൊക്കെ കറക്റ്റായിട്ട് വയ്ക്കുക. ഇതൊക്കെ നമുക്കിതിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ നമുക്ക് ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫിസിക്കൽ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്നതിലൂടെ ഫിസിക്കൽ ഹെൽത്താണ് നമ്മളുടെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ മെൻ്റൽ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഇത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫോക്കസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തും നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ കിട്ടുന്നുണ്ട്.
പിന്നെ വരുന്നത് പ്രിവെൻഷൻ ഓഫ് ക്രോണിക് ഡിസീസസ്. നമുക്ക് ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനും എന്തിലൂടെ കഴിയുന്നുണ്ട്? ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഹെൽത്തും നമുക്കിതിലൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലോങ്ങെവിറ്റി, നമുക്ക് കുറച്ച് കാലങ്ങളും കൂടി നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഫിറ്റായിട്ട് സോഷ്യൽ വെൽബീയിങ് ഒക്കെ നന്നായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കുറച്ച് നാളും കൂടി കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഹെൽത്തി ലൈഫ്സ് ആകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ റെഗുലർ എക്സസൈസ് വരുന്നുണ്ട്. അത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെയാണ് നയിക്കുന്നത്. ഏജിങ് പ്രോസസ്സ് ഡിക്രീസ് ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇംപ്രൂവ് ബ്രെയിൻ ഫങ്ഷൻ, നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതിൽ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഏർലി ഡെത്ത് ഫ്രം പ്രിവെൻറ്റബിൾ കോസസ്. നമുക്ക് ഏർലി ആയിട്ടുള്ള ആ ഒരു ഡെത്ത് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാനും നമുക്ക് സാധ്യതകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഈസ് എ കീ ഫാക്ടർ ഓഫ് മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, വലിയൊരു ബ്രോഡ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റും കൂടിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഫിസിക്കലി മെൻ്റലി സോഷ്യലി വെൽബീയിങ് ആയിട്ടുള്ള ഒരാൾക്കാണ് എന്ത് കിട്ടുന്നത്? ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത്.